ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുക. അതിനു മുമ്പ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഐശ്വര്യ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അശ്വിൻ വന്നിട്ടുണ്ട്. അശ്വിൻ്റെ കാര്യം ഇന്നലെ പറഞ്ഞു. കമ്പനി കോർപ്പറേഷൻ്റെ റാങ്ക് ലിസ്റ്റിൽ പെട്ട് നിൽക്കുകയാണ്. നമ്മളിവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന എല്ലാവരും ജോലി കിട്ടി പോവുകയാണ്. സൂരജ് ക്യാമറ കൈകാര്യം ചെയ്യാൻ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത, ഇതൊരു ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് അല്ലേ? ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ എടുത്തിട്ടില്ല. എൻ്റെ കോഡ് 35/2023 ഓൺലൈൻ. ഈ പരീക്ഷ നടന്നത് വിമൺ പോലീസ് കോൺസ്റ്റബിളാണ്. കാൻഡിഡേറ്റ്സ് കുറവായതുകൊണ്ടായിരിക്കും ഈ പരീക്ഷ ഓൺലൈനിൽ നടത്തിയത്. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്നതായിട്ടൊക്കെ ഇതിന് ബന്ധമുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ കിടക്കാം. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, KPCCയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം 1921 ഒറ്റപ്പാലത്ത് നടന്നു. ആ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ശരിയാണ്. എന്താണ് പ്രസ്താവന ഒന്നുകൂടെ പറയും? 1921 ഒറ്റപ്പാലത്താണ് KPCCയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. ഒറ്റപ്പാലം എവിടെയാണ്? ഒറ്റപ്പാലം പാലക്കാട് ജില്ലയിലാണ്. ഈ ഒറ്റപ്പാലത്ത് നടന്ന KPCCയുടെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷനാരായിരുന്നു? ടി പ്രകാശം. ടി പ്രകാശത്തെ കുറിച്ച് വേറെ എന്തറിയാം? ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശം. അവിടുത്തെ മുഖ്യമന്ത്രിയുമായിരുന്നു. അപ്പൊ KPCCയുടെ ആദ്യത്തെ സെക്രട്ടറി കെ മാധവൻ നായർ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഉണ്ടല്ലോ, മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത് കെ മാധവൻ നായരാണ്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് അല്ലേ? അപ്പൊ 1921 KPCC രൂപീകരിച്ചത്. ഈ 1921 ആർക്ക് ഛേദമില്ലാത്തൊരു 3-4 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം? പറയും. 1921 മലബാർ കലാപം നടന്നത്. വാഗൺ ട്രാജഡി ഒക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. ശരിയല്ലേ? ശരി. 1921 വേറെ. ഇനി 1921 പോപ്പുലേഷൻ ഡിവൈഡ് നടക്കുന്നത്. പോപ്പുലേഷൻ ഡിവൈഡ്, എ ഷാർപ്പ് ഡിക്ലൈൻ ഇൻ പോപ്പുലേഷൻ ഡിവൈഡ് 1921. ശരിയല്ലേ? നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തത് 1928 പയ്യന്നൂരിൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നു. അഖില കേരള രാഷ്ട്രീയ സമ്മേളനം എവിടെ നടന്നു? പയ്യന്നൂരിൽ നടന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറയാതെ നമുക്ക് ആ സമ്മേളനങ്ങളെല്ലാം കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതായിരിക്കും കുറച്ചുകൂടെ ഫലപ്രദം. നമ്മളെ ആളുകൾക്ക് നമ്മൾ എത്ര പറഞ്ഞാലും ഇവർ വിനിയോഗിച്ചാലേ ഇതുകൊണ്ട് ഗുണമുള്ളൂ. അല്ലാതെ നമ്മൾ 3 സമയം പോകുന്നു, സൂരജിൻ്റെ സമയം പോകുന്നു, ആളുകൾ പൈസ കൊടുത്ത് വേറെ ക്ലാസ് കാണാൻ പോകുന്നു ഇല്ലേ? യഥാർത്ഥത്തിൽ നമ്മളൊരു ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ആരോ ഒരാൾ ഇത് ആവശ്യമുള്ളവർ എവിടെ ഇരിപ്പുണ്ടല്ലേ? അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടണ്ട. 1-2 അർഹതയുള്ളവർ കാണും. അവരേതോ സൗകര്യമില്ലാത്തൊരു വീട്ടിനകത്ത് എവിടെയും ഇരിക്കുകയാണ്, നേരെ ആഹാരം കഴിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും കൂലിവേല ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ പറയുന്ന ശബ്ദം റെക്കോർഡ് ചെയ്ത് ജോലി സമയത്ത് കേട്ടോണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയുള്ള ആൾക്ക് ആണ് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടാൽ മതി. അല്ലാതെ സൗകര്യക്കാരുടെ മക്കൾ എവിടെയെങ്കിലും പോയി ഉത്തരവ് വിളിച്ചു പറഞ്ഞ് അവസാനം അനാഥമായി നടക്കുന്നതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തെക്കുറിച്ച് ആ സമ്മേളനം ഒന്ന് എഴുതിയിട്ട് പറഞ്ഞു കൊടുക്കുക. ശരിയല്ലേ? അപ്പോൾ നമുക്ക് വേറെ ചിലത് സംസാരിക്കാം. ഐശ്വര്യ എഴുതിയിടുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ചിലത് സംസാരിക്കാം. ഈ ഒറ്റപ്പാലം പാലക്കാടാണെന്ന് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. പൊറാട്ട് നാടകം ആ കലാരൂപം ഇവിടുത്തതാണ്, പാലക്കാടാണ്. അങ്ങോട്ട് പറഞ്ഞു, പാലക്കാടാണ്. മീനാക്ഷി കല്യാണം എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ കലാരൂപമാണ് മീനാക്ഷി കല്യാണം. അങ്ങനെയാണെങ്കിൽ പാലക്കാട് കോട്ട പണികഴിപ്പിച്ചത് ആരാണ്? ഹൈദരാലിയാണ് പണികഴിപ്പിച്ചത്. ശരി. അവിടെ ഉള്ളൊരു പാലക്കാടുള്ള പ്രധാനപ്പെട്ട ഒരു വ്യവസായ കേന്ദ്രം ഏതാണ്? കഞ്ചിക്കോട്. വളരെ പ്രധാനപ്പെട്ട കഞ്ചിക്കോട്. അതുപോലെ തന്നെ പറമ്പിക്കുളം ടൈഗർ റിസർവ് എവിടെയാണ്? പാലക്കാടാണ്. അത് വളരെ പ്രധാനമാണ്. പോത്തുണ്ടി ഡാം എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. പിന്നെ ഓറഞ്ച് കിട്ടുന്ന നെല്ലിയാമ്പതി എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. ശരിയല്ലേ? നെല്ലിയാമ്പതി. പിന്നെ പാലക്കാടിനെ സംബന്ധിച്ച് ഇപ്പോൾ വലിപ്പത്തിൽ എത്രാം സ്ഥാനമുണ്ട് ജില്ലയ്ക്ക്? 2ാം സ്ഥാനം. 1ാം സ്ഥാനം ആർക്ക് പോയി? ഇടുക്കിക്ക് പോയി. അതാണ് 1921 ഒറ്റപ്പാലത്താണ് സമ്മേളനം നടന്നതെന്ന് പറഞ്ഞു ഇല്ലേ? ഈ ഒറ്റപ്പാലത്ത് നിന്ന് ലോകസഭയിലേക്ക് ജയിച്ചു പോയ KR നാരായണൻ ലോകസഭയിലേക്ക് ജയിച്ചു പോയത് ഏത് മണ്ഡലത്തിൽ നിന്നാണ്? ഒറ്റപ്പാലത്ത് നിന്നാണ് ജയിച്ചു പോയത്. അപ്പോൾ അവിടെ ഐശ്വര്യ റെഡിയായിരിക്കുകയാണ്. ഐശ്വര്യ, എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? പ്രധാനപ്പെട്ട 4 KPCC സമ്മേളനങ്ങളാണ് പറയുന്നത്. ശരി, പറയൂ.
അപ്പൊ ആദ്യത്തെ KPCC സമ്മേളനം നടന്നത് 1921 സ്ഥലം ഒറ്റപ്പാലമാണെന്ന് പറഞ്ഞു. ഒറ്റപ്പാലം പാലക്കാട് ജില്ലയിലാണ്. ഈ ആദ്യത്തെ KPCC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ T. പ്രകാശമാണ്. നമ്മൾ പറഞ്ഞു ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് T. പ്രകാശമാണ്. ആന്ധ്രയിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു T. പ്രകാശം. ഇനി അടുത്തത് 1923 KPCC സമ്മേളനം നടന്നത് പാലക്കാട് ജില്ലയിലാണ്. അതിന്റെ അധ്യക്ഷ സരോജിനി നായിഡു ആണ്. 1923 KPCC അധ്യക്ഷ സരോജിനി നായിഡു. അടുത്ത 1927 കോഴിക്കോടാണ് KPCC സമ്മേളനം നടന്നത്. അതിന്റെ അധ്യക്ഷൻ BG ഹെർണിമാൻ. ശരിയാണ്. ഇനി 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1928 പയ്യന്നൂരാണ് നടന്നത്. അധ്യക്ഷൻ നെഹ്റു ആണെന്ന് പറഞ്ഞു. ശരിയല്ലേ? ശരി ശരി, ഇരിക്കും. അപ്പൊ ഈ പറഞ്ഞതിൽ 1-2 അഡീഷൻസ് കൂടെ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എന്താണെന്ന് വെച്ചാൽ ഈ ആന്ധ്രാപ്രദേശിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യയിലെ ഈ ട്രൈബൽ യൂണിവേഴ്സിറ്റി എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. അതേസമയം റെയിൽ റോഡ് യൂണിവേഴ്സിറ്റി എവിടെയാണ്? വഡോദരയിലാണ്. ശരിയല്ലേ? വഡോദരയിലാണ്. അതൊന്ന് ഓർമ്മിച്ച് വെച്ചൊക്കെ നല്ലതാണ്. സരോജിനി നായിഡുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറാണ് സരോജിനി നായിഡു. നമുക്ക് നന്നായിട്ട് അറിയത്തക്കതാണ്. യുണൈറ്റഡ് പ്രൊവിൻസിലാണ്. എവിടെയാണ്? യുണൈറ്റഡ് പ്രൊവിൻസിൽ. ഈ യുണൈറ്റഡ് പ്രൊവിൻസിൽ തന്നെയാണ് സുജാത കൃപലാനി ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആയതൊന്നും ഓർമ്മിച്ച് വെക്കേണ്ടത്. നമ്മൾ ഇന്നത്തെ ഉത്തർപ്രദേശാണെന്ന് നമുക്ക് പറയാം. എന്താ അത് ഓർമ്മിച്ച് വെച്ചേക്കുക. കോഴിക്കോട് എന്ന് പറഞ്ഞപ്പോൾ സാമൂതിരിമാരുടെ ഭരണം ഉണ്ടായിരുന്നാണ് കോഴിക്കോട്. ഒന്ന് കുക്കുടക്രോഡം എന്നാണ് അതിന്റെ പഴയ പേരെന്ന് പറയുന്നത്. പിന്നെ സ്വരൂപത്തിന്റെ പേര് പറയണ ഏത് സ്വരൂപമായിരുന്നത്? നെടിയിരിപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്ന ഏതായിരുന്നു? സ്വരൂപം എന്ന് വെച്ചാൽ നാട്ടുരാജ്യം എന്ന് അർത്ഥമുണ്ട്. കോഴിക്കോടിനെയാണ് അങ്ങനെ പറയുന്നത്. ശരിയല്ലേ? തടി വ്യവസായത്തിനൊക്കെ കീർത്തികേട്ട സ്ഥലമാണ് ഏത്? കോഴിക്കോട്. പിന്നെ അത് മാത്രമല്ല തുഷാരഗിരി വെള്ളച്ചാട്ടം എവിടെയാണ്? കോഴിക്കോടാണ്. ജല മ്യൂസിയം കുന്നമംഗലം അത് കോഴിക്കോടാണ്. നമുക്ക് കോഴിക്കോട് ഇനിയിപ്പോൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ഇതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഉണ്ട്. 1949 ജൂലൈ 1 തിരുക്കൊച്ചി നാട്ടുരാജ്യങ്ങൾ സംയോജിച്ചു. ശരിയാണോ തെറ്റാണ്? ശരിയാണ്. 1949 തിരുക്കൊച്ചി സംയോജനത്തെ കുറിച്ച് പറയാം. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടക്കുന്നത്. തിരുവിതാംകൂറും കൊച്ചിയും ഒന്നിച്ചു. ഇനി തിരുക്കൊച്ചി സംയോജനത്തില് രാജാ പ്രമുഖായിട്ട് തിരഞ്ഞെടുത്തത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ്. ഇനി തിരുക്കൊച്ചിയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി പറവൂർ TK നാരായണപിള്ള. അവസാനത്തെ മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോൻ. അതിനുശേഷം പ്രസിഡന്റ് ഭരണം വരുന്നു, ഇലക്ഷൻ നടക്കുന്നു, EMS കേരളത്തിലെ മുഖ്യമന്ത്രിയാവുന്നു. ഇവിടുത്തെ 2 ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. തിരുക്കൊച്ചി സംയോജനം 1949 ജൂലൈ 1. ദെൻ യു ആർ കറക്റ്റ്. ഈ തിരുക്കൊച്ചിയോട് മലബാർ ചേർന്നതെന്നാണ് 1956 നവംബർ 1. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. 1956 നവംബർ 1 ചേർന്നതെന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. 1949 നവംബർ 26 പ്രത്യേകത എന്താണ്? ഭരണഘടന അംഗീകരിച്ചു. ആരംഗീകരിച്ചു? നിർമ്മാണ സമിതി അംഗീകരിച്ചു. ശരിയല്ലേ? ശരി. അപ്പൊ അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1857 1ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്വസ്റ്റ്യൻ. അത് പറയും മുമ്പ് 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നത് ഹെക്ടർ എന്നുള്ള കപ്പലിലാണ്. പതാക യൂണിയൻ ജാക്കാണ്. അത് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ ഇന്ത്യയിലെ കച്ചവട കേന്ദ്രം മസൂലിപട്ടണം, ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശിലാണ് മസൂലിപട്ടണം. അതിനുശേഷമാണ് സൂററ്റിൽ കച്ചവട കേന്ദ്രം സ്ഥാപിക്കുന്നത്. നമ്മൾ നേരത്തെ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രം എന്നൊക്കെ പറയുന്നത് ബ്രിട്ടനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ് സംസാരിച്ചിട്ടുള്ളതാണ്. 1857 1ാം സ്വാതന്ത്ര്യ സമരം ശിവായി ലഹള എന്ന് പറയുന്നു. ശരിയല്ലേ? അതിന് VD സവാർക്കർ 1ാമത്തെ സ്വാതന്ത്ര്യ സമരമാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. രക്തസാക്ഷി മംഗൽ പാണ്ഡെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ പ്രസ്താവനകളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല 1857 മീററ്റിൽ മെയ് 10 ഈ വിപ്ലവം ഉണ്ടാകുന്നത്. ഇപ്പൊ റിപ്പറ്റീഷൻ എന്ന് പറയായിരിക്കും, എത്തിയാൻ പറ്റും. ശരി. മീററ്റിൽ ഈ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? കദം സിംഗ്. KADAM കദം സിംഗ് ആണ് നേതൃത്വം കൊടുത്തത്. അത് നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. ശരി. ഇനി നമുക്ക് ഇതിനകത്ത് പറഞ്ഞു കൊടുക്കേണ്ട കേസ് എന്താണെന്ന് വെച്ചാൽ, ഈ 1857 കലാപവുമായി ബന്ധപ്പെട്ട് വരച്ച ഒരു ചിത്രം ആണ് ഇൻ മെമ്മോറിയം. ഇൻ മെമ്മോറിയം ഒരു ചിത്രത്തിന്റെ പേരാണ്. ഇൻ മെമ്മോറിയം. ആരാണ് ഈ ചിത്രം വരച്ചത്? ജോസഫ് നോയൽ പാറ്റൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ആളാണ് എന്ത് വരച്ചത്? ഈ ചിത്രം വരച്ചത്. ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത്. ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ബ്രിട്ടീഷുകാരനായ
ജോസഫ് നോയൽ പാറ്റൺ എന്ന വ്യക്തിയാണ് വരച്ചത്. ശരി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ 1800 ഇത് പ്രസ്താവനകളാണ്, ശരിയോ തെറ്റോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളതല്ലാത്ത രീതിയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. 1857 വിപ്ലവം ഗോളിയോർ, മധ്യപ്രദേശിലാണ് ഗോളിയോർ. ഈ ഗോളിയോറിൽ നേതൃത്വം കൊടുത്തതാരാണ്? ഝാൻസി റാണിയാണ് ഗോളിയോറിൽ നേതൃത്വം നൽകിയത്. ഝാൻസി റാണി. അവരുടെ വേറൊരു പേരെന്താ? മണികർണിക എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. ഈ ഝാൻസി റാണി ഇറങ്ങാനുള്ള കാരണം ഡൽഹൌസിയുടെ ദത്താവകാശ നിരോധന നയമാണ്, ശരിയല്ലേ? ദത്താവകാശ നിരോധന നയം 1848, പിൻവലിച്ചത് 1858 വിക്ടോറിയ വിളംബരം വഴി അത് പിൻവലിച്ചു, ശരിയല്ലേ? പക്ഷെ നമുക്കിവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗോളിയോറിൽ നേതൃത്വം കൊടുത്തത് ഝാൻസി റാണി. ഈ ഝാൻസി റാണിയെ വധിച്ചതെന്നാണ് 1858 ജൂൺ 18 ഹ്യൂഗറോസ് എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരനായിരുന്നു. അദ്ദേഹമാണ് ഇവരെ പരാജയപ്പെടുത്തിയത്, ഹ്യൂഗറോസ് അല്ലേ? ശരി. ഇനി 1857 കലാപത്തിന് ഗോളിയോറിൽ നേതൃത്വം കൊടുത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 1857 കലാപ സമയത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു ഗവർണർ ജനറൽ, അല്ലേ? അദ്ദേഹത്തിന്റെ കാലത്താണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ വൈസ്രോയി. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും ആദ്യത്തെ വൈസ്രോയും. ശരി. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, 1857 കലാപത്തിന്റെ തുടക്കം മീററ്റിലായിരുന്നു. ശരിയാണോ തെറ്റോ? ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളടുത്ത് 3-4 ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ആരാണ്? ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ റോബർട്ട് ക്ലൈവ് ആണ്. അദ്ദേഹമാണ് ബംഗാളിൽ ഡയാർ ഏർപ്പെടുത്തിയത്, ശരിയല്ലേ? പ്ലാസി യുദ്ധത്തിൽ ആരെ തോപ്പിച്ചത്? സിറാജ് ദൗളയെ തോപ്പിച്ചത്. 1757 ജൂൺ 23 പ്ലാസി യുദ്ധം നടന്നു. ആമേ കറക്റ്റ്? ജൂൺ 23 ലോക വിധവ ദിനമായി കൂടി ആചരിച്ചു വരുന്നുണ്ട്. പ്ലാസി പശ്ചിമ ബംഗാളിലാണ്, ഇതൊക്കെ പല പ്രാവശ്യം പറഞ്ഞതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിംഗ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ച് ബംഗാളിലെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഇനി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി മാറിയ ആദ്യത്തെ വ്യക്തിയാണ് ഏത് ചാർട്ടർ ആക്ട്? 1833 ചാർട്ടർ ആക്ട് പ്രകാരം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നീട് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരായിരുന്നു? ലോർഡ് കാനിങ് പ്രഭു ആയിരുന്നു. ആദ്യത്തെ വൈസ്രോയി ആരായിരുന്നു? കാനിങ് പ്രഭു ആയിരുന്നു. ശരി, അടുത്തതിലേക്ക് വരാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ വൈസ്രോയി മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഭാരതത്തിലെ അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? സി രാജഗോപാലാചാരി. ശരി. ഇനി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതാണ്. എൻഫീൽഡ് എന്നുള്ള തോക്ക് ഉപയോഗിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് നമുക്ക് പറയേണ്ടതാണ്, ശരിയല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. സെന്റേഴ്സ് നേതൃത്വം കൊടുത്തവര്, ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തിയത്, ശിപായി ലഹള എന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ മെനി പോയിന്റ്സ് ആണ് there. ഇവര് ചിലര് റിപ്പറ്റീഷൻ എന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ പിൻവാങ്ങുന്ന പ്രശ്നമില്ല. കാരണം നമ്മൾ ഇതുവരെ പറഞ്ഞു പഠിച്ചത് റിപ്പറ്റീഷൻ ഈസ് ദ മദർ ഓഫ് ടീച്ചിങ്. ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പറയാം. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ എത്ര പ്രോവിൻസുകൾ ഉണ്ടായിരുന്നു? ഇന്ത്യയുടെ എത്ര ശതമാനം അവരുടെ കയ്യിലായിരുന്നു? 63%. ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആയി വ്യാപിച്ച സ്റ്റേറ്റ് ഏതാണ്? ഉത്തർപ്രദേശ്. പഞ്ചാബിൽ വ്യാപിച്ചോ? ഇല്ല. ദക്ഷിണേന്ത്യയിൽ വലുതായിട്ട് ഇതിന്റെ റിയാക്ഷൻസ് ഉണ്ടായിട്ടില്ല, ശരിയല്ലേ? ദക്ഷിണേന്ത്യയിൽ ഇതിന്റെ റിയാക്ഷൻസ് ദക്ഷിണേന്ത്യയിലും ഉണ്ടായിട്ടില്ല. കാരണം ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിച്ചില്ല. വടക്കേ ഇന്ത്യയിലാണ് വ്യാപിച്ചത്. അതിൽ തന്നെ ചില പോക്കറ്റുകളിൽ മാത്രമാണ് അത് വ്യാപിച്ചത്. പിന്നെ ഡൽഹി തിരിച്ചുപിടിച്ചത് നിക്കോൾസൺ എന്ന പട്ടാളക്കാരനാണ് ഡൽഹി തിരിച്ചുപിടിച്ചത്, ശരിയല്ലേ? ശരി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് രണ്ടുപേരും ഒരല്പം നമ്മുടെ സുഹൃത്തുക്കളെടുത്ത് സംസാരിക്കുക, അത് അവർക്ക് ഗുണകരമായിരിക്കും. ശരി, ആയിക്കോട്ടെ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന കേന്ദ്രങ്ങളും അവിടെ നേതൃത്വം നയിച്ചത് ആര് എന്നതാണ് പറയേണ്ടത്. ഡൽഹിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ സെക്കൻഡും ഫക്ത് ഖാനും ആയിരുന്നു. അപ്പൊ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് രാജാവായിട്ട് വാഴിച്ചത്, ചക്രവർത്തിയായിട്ട് വാഴിച്ചത് ആരെന്ന് ചോദിച്ചാൽ ബഹദൂർ ഷാ സെക്കൻഡിനെയാണ്. അദ്ദേഹത്തെ നാട് കടത്തിയത് എങ്ങോട്ടാണ്? റങ്കൂണിലേക്കാണ്. അവിടെ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്, അല്ലേ? ശരി.
അടുത്തത് ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു ഝാൻസിയിലും ഗോളിയോറിലും നേതൃത്വം നൽകിയത് ഝാൻസി റാണിയാണ്. ഝാൻസി റാണിയാണ്. ശരി, അടുത്തത്. ഇനി ആസാമിൽ നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? മണിറാം ദത്താണ്. മണിറാം ദത്ത്, അതെല്ലാവരും ശ്രദ്ധിച്ചോളാം. മണിറാം ദത്ത്. ശരി, അടുത്തത്. അടുത്ത ലക്നൌവില് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. ലക്നൗ, ആഗ്ര, അവധ്, അയോധ്യ, ഇതിലൊക്കെ ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. അടുത്തത്. ഇനി കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. ശരി, അതിൽ നാനാ സാഹിബിന്റെ യഥാർത്ഥ പേരാണ് രാമചന്ദ്ര പാണ്ഡുരംഗ്. രാമചന്ദ്ര പാണ്ഡുരംഗ്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേരാണ് ദോന്തു പന്ത്. കറക്റ്റ് ആണ്. അടുത്തത്. ഇനി പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്താ പറയാൻ പറ്റുന്നത്? കൻവർ സിംഗ് ഇവിടെ നേതൃത്വം കൊടുത്തത് ആരയിലും ബീഹാറിലും ആരയിലും നേതൃത്വം കൊടുത്താണ് കൻവർ സിംഗ്. ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട റോൾ വഹിച്ച ആളാണ് ആര്? കൻവർ സിംഗ്. അത് മനസ്സിലാക്കി വെച്ചു. ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. അപ്പോൾ ഇതാണ് നമുക്ക് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി തിരുവിതാംകൂർ രാജവംശത്തെ കുറിച്ചാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉള്ളത്. തിരുവിതാംകൂർ രാജവംശം. തിരുവിതാംകൂറിലെ പിന്നെ പ്രധാനപ്പെട്ട രാജാവ് മാർത്താണ്ഡവർമ്മ. 1729 അദ്ദേഹം രാജാവാകുന്നത്. വേണാടിലെ രാജാവാകുന്നത്. വേണാട് ശരിയല്ലേ? പത്മനാഭപുരം കേന്ദ്രീകരിച്ചാണ് ഭരിച്ചിരുന്നത്. പിന്നെ അത് ഇങ്ങോട്ട് മാറ്റിയത് ധർമ്മരാജയാണ്, തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. ശരി, 1729 മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ രാജാവായി. 1758 നാട് നീങ്ങി. 58 നാട് നീങ്ങി. മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് കുളച്ചിൽ യുദ്ധം ഒന്ന് പറഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും അല്ലേ? ഡച്ചുകാരുമായിട്ട് നടന്ന യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം. അതായത് തിരുവിതാംകൂർ രാജാക്കന്മാരും ഡച്ചുകാർ തമ്മിൽ നടന്ന യുദ്ധമാണ് എന്ന് പറയുന്നത് കുളച്ചിൽ യുദ്ധം എന്ന് പറയുന്നത്. അന്ന് ഡച്ചുകാരെ നയിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ ഡിലനോയ് ആണ് ഡച്ചുകാരെ നയിച്ചിരുന്നത്. തിരുവിതാംകൂറിന്റെ മാർത്താണ്ഡവർമ്മയാണ്. അവസാനം ഡച്ചുകാർ എന്ത് ചെയ്തു? കുളച്ചിൽ യുദ്ധത്തിൽ പരാജയപ്പെടുകയും ഈ ക്യാപ്റ്റൻ ഡിലനോയ് എന്ന ഉദ്യോഗസ്ഥൻ തിരുവിതാംകൂർ രാജാവിന്റെ സർവ്വസൈനാധിപനായിട്ട് മാറുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഉദയഗിരി കോട്ടയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം എന്ന് പറയുന്നത്. ശരി, ഇപ്പൊ തമിഴ്നാട്ടിലാണ്. വർഷം ദിവസം പറഞ്ഞു വിടുന്നില്ല, അതെ പ്രധാനപ്പെട്ട കേസ് പറഞ്ഞില്ല. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഈ കുളച്ചൽ എന്ന് പറയുന്നത് അറബിക്കടലിന്റെ തീരത്താണോ അതേ ബേ ഓഫ് ബംഗാളിന്റെ തീരത്താണോ? കുളച്ചല് അറബിക്കടലിന്റെ തീരത്താണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അറബിക്കടലിന്റെ തീരത്താണ്. ശരിയല്ലേ? ഈ നേരത്തെ ഡൽഹി പറഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ വേറൊരു പേര് ഇന്ദ്രപ്രസ്ഥം എന്നാണ്. തീഹാർ ജയിൽ ഇവിടെയാണ്, ഡൽഹിയിലാണ്. ഡൽഹിയിലെ മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ അറസ്റ്റിലാണ് നമ്മളിത് പറയുന്ന സമയത്ത്. ശരിയല്ലേ? ശരി, നമ്മുടെ രാജ്യം ഒരു വല്ലാത്ത പോക്കാണെന്ന് തോന്നുന്നു. പ്രശ്നങ്ങളാണ്. കറുത്ത മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. നമുക്കതൊന്നും പ്രശ്നമില്ല. നമുക്കെങ്ങനെയെങ്കിലും 1.25 മണിക്കൂർ കൊണ്ട് OMR ഷീറ്റ് നേരെ ഒന്ന് പൂരിപ്പിച്ചൊരു കൊച്ചു ജോലി വാങ്ങിച്ചിട്ട് പരമാവധി ജനങ്ങളെ സേവിക്കുന്ന രീതിയിൽ ജീവിക്കണം. അതൊരു ഭാഗ്യമാണ്. ശരിയല്ലേ? നമ്മളെ അടുത്ത് ഒരു ആവശ്യത്തിന് ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഈ വന്നയാളല്ല ഭാഗ്യവാൻ അല്ലേ? അയാൾ നമ്മുടെ അടുത്തൊരു കാര്യത്തിന് വന്ന് നമ്മൾ പറ്റുമെന്നുള്ള സഹായം ചെയ്തു കൊടുത്തു. നമുക്ക് ഓരോരുത്തർക്കും പരിമിതമായ സഹായങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ അതെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കണം. വേണ്ടേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലും ശരി. സ്വാതി തിരുനാളിനെ കുറിച്ച് എന്താണ് അറിയാന്നുള്ളത്? തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം. ശരിയല്ലേ? സ്വാതി തിരുനാൾ. ദക്ഷിണ ഭോജൻ എന്ന് വിളിക്കുന്ന ആരെയാണ്? സ്വാതി തിരുനാളിനെയാണ്. ഗർഭശ്രീമാൻ എന്ന് വിളിക്കുന്നത് സ്വാതി തിരുനാളിനെയാണ്. സംഗീതജ്ഞന്മാരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ അതുമാരാണ്? സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാൾ നടപ്പിലാക്കിയ ഒരു പ്രധാന പരിഷ്കരണം എന്തായിരുന്നു? സുചീന്ദ്രൻ കൈമുക്ക് നിരോധിച്ചത് സ്വാതി തിരുനാൾ. ഈ സുചീന്ദ്രൻ എന്ന് പറയുമ്പോൾ സുചീന്ദ്രത്തിലെ അവർണരമുത്ത് രഥത്തിന്റെ വടം പിടിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അദ്ദേഹമാണ് സമപന്തി ഭോജനം, സമത്വ സമാജം 1836. ശരിയല്ലേ? ശരി. സ്വാതി തിരുനാളിനെ കുറിച്ച് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഇനി അടുത്തത് സുചീന്ദ്രൻ കൈമുക്ക് എന്താണെന്ന് സുചീന്ദ്ര കൈമുക്ക് പറഞ്ഞു കൊടുക്കും. അതായത് എന്താണ് ഈ കള്ളം തെളിയിക്കാനായിട്ട് ഈ കുറ്റവാളികൾ എന്ത് ചെയ്യുന്നു? തിളച്ച എണ്ണയിലേക്ക് കൈമുക്കുന്ന ഒരു ഇതാണ് ശുചീന്ദ്രൻ കൈമുക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ നിരോധിച്ചതാണ് സ്വാതി തിരുനാൾ എന്ന് പറയുന്നത്. അപ്പൊ തിളച്ച എണ്ണയിൽ കൈമുക്കി കൈ പൊള്ളുകയാണെങ്കിൽ കുറ്റവാളി കൊല്ലും. കൈ പൊള്ളിയില്ലെങ്കിൽ നിരപരാധിയാണ്, അയാളെ വെറുതെ വിടും. എന്ത് അക്രമമാണ് പണ്ട് നിലവിലിരുന്നെന്ന് ആലോചിച്ച് നോക്കൂ. രാജാവേ സ്കൂളിലാണ് പഠിച്ചത്. ശരി, അടുത്തത്
ഗൗരി പാർവതി ഭായി കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത്? അവര് നിർബന്ധിത പ്രാഥമിക വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയതാണ്, പ്രൈമറി എഡ്യൂക്കേഷൻ. എന്നാൽ അടിമത്തം നിരോധിച്ചതാരാണ്? റാണി ഗൗരി ലക്ഷ്മിഭായ്. വർഷം 1812 ഡിസംബർ 5-നാണ് അടിമ കച്ചവടം നിർത്തലാക്കുന്നത് തിരുവിതാംകൂർ. ശരി, അങ്ങനെയാണെങ്കിൽ മരുമക്കത്തായത്തിന് പകരം മക്കത്തായം ഏർപ്പെടുത്തിയതാരാണ്? അത് റാണി സേതു ലക്ഷ്മിഭായി ആണ്. ഈ റാണി സേതു ലക്ഷ്മിഭായിയെ കുറിച്ച് 4 ക്വസ്റ്റ്യൻ ഉണ്ട് PSC പരീക്ഷയ്ക്ക്. 4 പറയാൻ പറ്റും? പറയും. മൃഗബലി നിരോധിച്ചത് റാണി സേതു ലക്ഷ്മിഭായി ആണ്. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ. അതെ. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് റാണി സേതു ലക്ഷ്മിഭായി ആണ്. മരുമക്കത്തായത്തിന് പകരം മക്കത്തായം ഏർപ്പെടുത്തി. നായർ റെഗുലേഷൻ ആക്ട് പാസ്സാക്കുന്നത് ഇവരുടെ കാലഘട്ടത്തിലാണ്. 4 പോയിന്റ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 4 പോയിന്റ് അല്ലേ? റാണി സേതു ലക്ഷ്മിഭായിക്ക് ശേഷമാണ് ശ്രീ ചിത്തിര തിരുനാൾ വരുന്നത്. ഏതായാലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ തിരുവിതാംകൂർ രാജവംശം ഒരു ദിവസം നമുക്കൊരു ചോദ്യോത്തര പരിപാടിയിൽ അവതരിപ്പിക്കാം. വേണമെന്നുള്ളവരുണ്ടോ? തിരുവിതാംകൂർ രാജവംശം ഓൺലൈനിൽ കിടപ്പുണ്ട്. അത് എനിക്ക് തോന്നുന്നത് അത് എടുത്ത രശ്മിയാണ്, വളരെ ഭംഗിയായിട്ട് എടുത്താണ്. ആ രശ്മിയുടെ ക്ലാസ് കണ്ടിട്ടാണ് ബാക്കിയുള്ളവർ ഓൺലൈനിൽ ക്ലാസ് തുടങ്ങിയത്. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നുന്നത് ചക്രപാണി സാർ അഹങ്കാരം കൊണ്ട് പറയണതാണ്. അഹങ്കാരം കൊണ്ട് പറയണതല്ല, ആത്മാർത്ഥമായൊരു ഹൃദയമുള്ളതുകൊണ്ട് മാത്രം പറയുന്നത്. ഇതൊക്കെ സത്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്. ശരിയല്ലേ? നമുക്ക് ആദ്യം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് പ്രസ്താവനയിലേക്ക് വന്നാലെന്താ പറയും? 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. അതിനു മുമ്പ് ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത് എന്ത് കാരണത്താലാണെന്ന് ചോദിച്ചാൽ 1942 ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു സംഘമാണ് ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്. അത് പരാജയപ്പെടുവാനുള്ള കാരണം എന്ന് പറയുന്നത്, അന്നത്തെ ക്രിപ്സ് മിഷൻ ഇവിടെ എത്തുമ്പോൾ പാകിസ്ഥാന് വേണ്ടി മുസ്ലിം ലീഗും ഇന്ത്യ അവിഭക്ത ഭാരതത്തിന് വേണ്ടി കോൺഗ്രസും ഇടതടവില്ലാതെ വാദിച്ചുകൊണ്ടാണ് ഇത് പരാജയപ്പെട്ടു പോയത്. പക്ഷെ അതല്ല പ്രശ്നം. എന്താണെന്ന് അറിയാമോ? ഈ ക്വിറ്റ് ഇന്ത്യ സമരം 1942 ഓഗസ്റ്റ് 9-നാണ് ആരംഭിക്കുക. ഓഗസ്റ്റ് 8-നാണ് ആ പ്രമേയം പാസ്സാക്കുന്നത്. സർ സ്റ്റാഫോർഡ് ക്രിപ്സ് വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒന്ന്, 2ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ സഹായം ബ്രിട്ടീഷുകാർക്ക് ഉറപ്പിക്കുക. യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് പരിഷ്കാരങ്ങളും മറ്റൊക്കെ തരാമെന്ന് പറഞ്ഞത്. ഡൊമിനിയൻ സ്റ്റാറ്റസ് ഒക്കെ തരാമെന്ന് പറഞ്ഞ എപ്പോഴാണ്? യുദ്ധത്തിന് ശേഷം. പക്ഷെ അത് നടന്നില്ല, അത് പരാജയപ്പെട്ടു. ക്രിപ്സ് ദൗത്യം പരാജയപ്പെട്ടപ്പോഴത്തേക്കാണ് എന്തുണ്ടായത്? ക്വിറ്റ് ഇന്ത്യ സമരം ഉണ്ടായത്. ഇന്ത്യ വിടുക, ക്വിറ്റ് ഇന്ത്യ സമരം ഉണ്ടായത്. ഈ ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ലിൻലിത് ഗോപ്രഭു ആയിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ INC പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബുൽ കലാം ആസാദ്. 40 മുതൽ 46 വരെ മൗലാന അബുൽ കലാം ആസാദ്, ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ച് ചോദിച്ചിരിക്കുന്ന പ്രസ്താവനകൾ ഞാനൊന്ന് വായിക്കാം. 1942 ജൂലൈ 14-ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസാക്കിയ വാർത്താ പ്രഖ്യാപനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിനെ നയിച്ചത്. ശരിയാണ്. ഈ വാർത്ത എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? വാർത്താ ഡിക്ലറേഷൻ, വാർത്താ പ്രഖ്യാപനം, വാർത്ത മഹാരാഷ്ട്രയിലാണ് ഈ വാർത്ത. അവിടെ വെച്ചിട്ടാണ് ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ചുള്ള ആദ്യ തീരുമാനങ്ങൾ എടുക്കുന്നത്. ശരി. വാർത്താ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇന്ത്യ സമ്പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം നൽകണം. അതായത് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്, ഡൊമിനിയൻ സ്റ്റാറ്റസ് ഒന്നും നമുക്ക് വേണ്ട, പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ വാർത്താ പ്രഖ്യാപനം. വാർത്താ ആശ്രമമുണ്ട് മഹാരാഷ്ട്രയിൽ. പവനാർ ആശ്രമവും വിനോബ ഭാവയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ഉണ്ട്, ഗാന്ധിയുടെ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി. അത് ഈ വാർത്താ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. മനസ്സിലാക്കണം. 1942 തന്നെ. രണ്ടാമത്തെ പ്രസ്താവന, ക്രിപ്സ് ദൗത്യത്തിന്റെ പരാജയത്തെ തുടർന്നാണ് ഈ പ്രക്ഷോഭം ആരംഭിച്ചത്. ശരിയാണ്. അടുത്തത് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ക്വിറ്റ് ഇന്ത്യ സമരത്തെ കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിം ലീഗും എതിർത്തു, അനുകൂലിച്ചില്ല. നമ്മുടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. ഈ ചില ആളുകൾ പ്രസംഗിക്കുമ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തെ വഞ്ചിച്ച കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയാറുണ്ട്. വിവരമില്ലാത്തതുകൊണ്ടാണ്. ഒരു വിവരമില്ലാത്തവരാണ് ഇത് പറയുന്നത്. എന്താണെന്ന് അറിയാമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്തു എന്നുള്ളത് സത്യം തന്നെ. മുസ്ലിം ലീഗ് എതിർത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തത് അവരുടെ കാഴ്ചപ്പാടിൽ ലോകത്തിൻ്റെ നമ്പർ 1 ശത്രു ഹിറ്റ്ലറും മുസോളിനിയുമാണ്. അവർ 2ാം ലോക യുദ്ധത്തിൽ ജയിക്കാൻ പാടില്ല. ജയിച്ചാൽ നമ്മുടെയൊക്കെ അവസ്ഥ ഇതൊന്നും ആയിരിക്കില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, 2ാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലർ ജയിച്ചെങ്കിലോ?
ബെനിറ്റോ മുസോളിനി ജയിച്ചെങ്കിലും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? മനുഷ്യരാശിയുടെ അവസ്ഥ എന്താവും? അപ്പം നമ്മുടെ മുഖ്യ ശത്രു ആരാണ്? ജർമ്മനിയും ഇറ്റലിയും. അവരെ പരാജയപ്പെടുത്താൻ ഇപ്പോൾ നമ്മുടെ ശത്രു ബ്രിട്ടീഷുകാരാണെങ്കിൽ തൽക്കാലം നമ്മൾ ആരെ സഹായിക്കണം? ബ്രിട്ടീഷുകാരെ സഹായിക്കണം. അതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്. കോൺഗ്രസ്സുകാർ ഇപ്പൊ തന്നെ ബ്രിട്ടീഷുകാരെ എതിർക്കണം. എതിർത്താൽ ബ്രിട്ടൻ അപ്പോൾ അശക്തമാകും. അശക്തമായാൽ ആര് ജയിക്കും? ജർമ്മനി ജയിക്കും. ശരിയല്ലേ? അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെടുത്ത ദേശീയ കാഴ്ചപ്പാട്, ആ മഹാമനസ്കത മനസ്സിലാക്കാൻ ഈ പാവപ്പെട്ട ഈ മനുഷ്യർക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും പറഞ്ഞു തുടങ്ങുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്തു, വഞ്ചിച്ചു എന്നൊക്കെ പറയുന്നില്ലേ? വിവരമില്ലാത്തതുകൊണ്ടാണ്. അടുത്തൂടെ വിവരം പോയിട്ടില്ല. കാരണം അത് വലിയ കാഴ്ചപ്പാടുകളാണ്. എന്നാലേ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശരി, അപ്പം നിങ്ങൾ ഇനി ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്വിറ്റ് ഇന്ത്യ സമരത്തെ വഞ്ചിച്ചു എന്ന് പറയുമ്പോൾ, സുഹൃത്തെ, ഇത് തെറ്റാണ് നിങ്ങൾ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ജർമ്മനിയും ഇറ്റലിയും രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജയിക്കരുത്. ലോകത്ത് മുഴുവൻ ഫാസിസവും നാസിസവും വന്ന് മനുഷ്യരാശിക്ക് നാശമായി തീരും. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ ശത്രുക്കളാണെങ്കിൽ ഇപ്പോഴും അവരെ സഹായിച്ച് ജർമ്മനിയും ഇറ്റലിയും തോൽപ്പിക്കേണ്ടതാണ് നമ്മുടെ മുഖ്യ കടമ. അതിനുശേഷം നമുക്ക് ബ്രിട്ടനുമായിട്ട് ഏറ്റുമുട്ടാം. കോൺഗ്രസ് പറഞ്ഞ് ഇപ്പം തന്നെ ബ്രിട്ടീഷുകാരെ ഒഴിവാക്കണം. അപ്പോൾ അവർ അശക്തമാകും. ശരിയല്ലേ? അത് മറ്റവർക്ക് ഗുണം ചെയ്യും. ആർക്ക്? ജർമ്മനിക്ക് ഗുണം ചെയ്യും. ഇതായിരുന്നു സത്യാവസ്ഥ. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിം ലീഗും ഇതിനോട് സഹകരിച്ചില്ല. മുസ്ലിങ്ങൾ ഇതിനോട് സഹകരിച്ചില്ല. മുസ്ലിങ്ങൾ ആദ്യമേ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഒരു പാർട്ടിയാണെന്നുള്ള ധാരണയാണ് അവർക്ക് ആദ്യമേ ഉള്ളത്. അതുകൊണ്ടാണ് അവർ ഈ ടെററിസ്റ്റ് പ്രസ്ഥാനത്തിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ പങ്കെടുത്തുന്ന IAS ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകത്തോ? ഈ നമ്മൾ കേട്ടിട്ടുള്ള വിപ്ലവകാരികളിൽ മുസ്ലിങ്ങൾ തീരെ കുറവാണ്. തീരെയില്ല. നമ്പർ വിരലുണ്ടാവുന്നവർ മാത്രമേ ഉള്ളൂ വിപ്ലവകാരികൾ. ബോംബെറിയുന്നവർ, കൊല്ലുന്നവർ, വെടിവെച്ച് കൊല്ലുന്നവർ, സ്വയം മരിക്കാൻ റെഡിയായി നിൽക്കുന്നവർ, അങ്ങനെയുള്ളവർ മുഴുവൻ മറ്റു വിഭാഗത്തിൽപ്പെട്ടവരാണ്. മുസ്ലിംസ് ഇല്ല. ആ മുസ്ലിംസ് ഇല്ലാത്തതിൻ്റെ കാരണം എന്തെന്ന് IAS പരീക്ഷയെ കുറിച്ച് ചോദിച്ചു. ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം അറിയാം. ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം, ഈ ടെററിസത്തിലേക്ക് പോയ ആളുകൾ ആരാധിക്കുന്നത് ശിവജി. മനസ്സിലായോ? ശിവജിയെ ആരാധിക്കുന്നു. അശോക ചക്രവർത്തി. മനസ്സിലായി? ഇങ്ങനെയുള്ള ആളുകളെയാണ് ആരാധിക്കുന്നത്. അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ, ധർമ്മം, ഇങ്ങനെയുള്ള ആളുകളെയാണ് ആരാധിക്കുകയും അവരെ പ്രചോദനം ഉൾക്കൊള്ളുന്ന ഇവരിൽ നിന്നാണ്. മുസ്ലിങ്ങൾക്ക് അങ്ങനെ പ്രചോദനം ഉൾക്കൊള്ളാൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് അവർ പോകാൻ തയ്യാറായില്ല. ഈ ക്വസ്റ്റ്യൻ IAS ചോദിച്ച ക്വസ്റ്റ്യനാണ്. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിം ലീഗുകാരും ക്വിറ്റ് ഇന്ത്യ സമരത്തെ സജീവമായി പിന്താങ്ങിയില്ല. കോൺഗ്രസ് പിന്താങ്ങി. ശരിയല്ലേ? ശരി. മുസ്ലിം ലീഗ് രൂപീകരിച്ച 1906 തെറ്റില്ലല്ലോ. ഡാക്കയിൽ. എവിടെയാണ് രൂപീകരിച്ചത്? ഡാക്കയിലാണ് രൂപീകരിച്ചത്. അടുത്ത്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ദേശീയ പ്രക്ഷോഭമാണ് ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ എത്ര ദേശീയ പ്രക്ഷോഭം ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്? 1920 നിസ്സഹകരണ പ്രസ്ഥാനം, 30 നിയമലംഘന പ്രസ്ഥാനം, 42 ക്വിറ്റ് ഇന്ത്യ സമരം. അങ്ങനെ 3 ദേശീയ പ്രസ്ഥാനമാണ്. ആദ്യത്തെ നിസ്സഹകരണ പ്രസ്ഥാനമാണ്, അവസാനത്തത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിജി തന്നെയാണ്. ആരാണ് നേതൃത്വം കൊടുത്തത്? ഗാന്ധിജി തന്നെയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ്. സമരനായകൻ ജയപ്രകാശ് നാരായണൻ. സമരനായിക അരുണ ആസിഫ് അലിയാണ്. അരുണ ആസിഫ് അലി. പിന്നെ ഈ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് രഹസ്യ റേഡിയോ പ്രവർത്തിപ്പിച്ചത് ഉഷാ മേത്ത. അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം കൂടെ പറയണം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കേരളത്തിൽ നടന്ന ഒരു പ്രക്ഷോഭമുണ്ട്, കീഴരിയൂർ ബോംബ് കേസ്. ആര്? ഡോക്ടർ KB മേനോൻ. ഡോക്ടർ KB മേനോൻ. ഈ കീഴരിയൂർ എവിടെയാണ്? കോഴിക്കോടാണ്. അത് നമ്മളൊന്ന് സൂചിപ്പിക്കുന്നത് നല്ലതാണ്. ശരിയല്ലേ? ശരി. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ സംസാരിച്ചത്. നേരത്തെ പറഞ്ഞൊരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. ലോർഡ് ലിൻലിത്ത് കോപ്രഭു വൈസ്രോയി ആയത് 1936 Am I correct? 44 വരെ ലിൻലിത്ത് കോപ്രഭു ആയിരുന്നു. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? ലിൻലിത്ത് കോപ്രഭു ആയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ആരായിരുന്നു? ലിൻലിത്ത് കോപ്രഭു ആയിരുന്നു. പിന്നെ ഇന്ത്യയിൽ നിന്ന് ബർമ്മ വേർപെട്ടപ്പോഴത്തേക്ക് 1937 ആരായിരുന്നു? ലിൻലിത്ത് കോപ്രഭു ആയിരുന്നു.
1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 37 നടപ്പിലാക്കുമ്പോൾ ആരായിരുന്നു? ലിൻലിത് കോ പ്രഭു ആയിരുന്നു. ഇത് വ്യക്തമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ലിൻലിത് കോ പ്രഭു കഴിഞ്ഞിട്ടാണ് വേവൽ വരുന്നത്. ആ വേവലിന് ശേഷമാണ് മൗണ്ട് ബാറ്റൻ വരുന്നത്. ശരിയല്ലേ? മൗണ്ട് ബാറ്റൻ വരുന്നത്. ഇത് നമ്മുടെ സുഹൃത്തുക്കളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് നല്ലതാണ്. ഇനി നമുക്ക് അല്പം ലോക കാര്യങ്ങളിലേക്ക് പോകാം. ലോക കാര്യങ്ങളിലേക്ക് പോകണ്ടേ? ഇവിടെ ഇന്ത്യയിൽ മാത്രം നിന്നാൽ മതിയാ, കേരളത്തിൽ മാത്രം നിന്നാൽ മതിയാ? അല്പ ലോക കാര്യങ്ങൾ. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം 1939 സെപ്റ്റംബർ 1 തുടങ്ങി 1945 സെപ്റ്റംബർ 2 അവസാനിച്ചു. ഒന്നാം ലോക മഹായുദ്ധം 1914 ജൂലൈ 28 തുടങ്ങി 1918 നവംബർ 11 അവസാനിച്ചു. 2 ലോക മഹായുദ്ധങ്ങൾ. ലോകത്തെ ചില 7 ഭൂഖണ്ഡങ്ങൾ. എത്രയാണ്? 7 ഭൂഖണ്ഡങ്ങൾ. ഇതൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞ ക്ലാസ്സുകളാണ്. 7 ഭൂഖണ്ഡങ്ങൾ. എൻ്റെ ആഫ്രി നാസയിൽ പോയി ആൻറ്റപ്പന് യൂറോ വസ്ത്രം വാങ്ങി 7 ഭൂഖണ്ഡങ്ങൾ ഓർഡറിലായിട്ട് പഠിച്ചതാണ്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ആരും ഇവിടെ ഇല്ല. ഇത് വെച്ച് മറ്റ് സ്ഥാപനങ്ങൾ ക്ലാസ് എടുക്കുന്നു. ഇപ്പോൾ ഒരാളെ അതിൽ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമ്മുടെ ഈ ക്ലാസ്സുകൾ മുഴുവനും ഇംഗ്ലീഷിലാക്കി പഠിപ്പിക്കാൻ സമ്മതിക്കുമെന്ന് ചോദിക്കുകയാണ്. അതിന് നമ്മൾ അനുവാദം വേണ്ട, അവരങ്ങ് ആക്കി പഠിപ്പിച്ചുകൊണ്ടാണ്. പക്ഷെ ഒരു നന്ദി പറഞ്ഞാൽ മതി. നമ്മുടെ ക്ലാസ്സാണ് ഇംഗ്ലീഷിലാക്കിയത്, ആ പടമല്ല നമ്മൾ വരച്ചതാണ് എന്ന് പറയാനുള്ളൊരു മനസ്സ് കാണിക്കുകയാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് സ്മരിക്കുക. ആ അധ്യാപകനെ വിളിച്ചൊന്ന് പറയുക, സാറേ എനിക്കൊരു ജോലി കിട്ടി, എനിക്ക് 1 മാർക്ക് സാറിൻ്റെ ഇതുകൂടെ കിട്ടിയതാണ്, അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. അഹങ്കാരം ഒരിക്കലും പാടില്ല, ഒരിക്കലും അഹങ്കാരം പാടില്ല. സംശയിക്കരുത് നിങ്ങൾ. അഹങ്കാരികളെ സമൂഹത്തിന് ഇഷ്ടമല്ല. ശരി, നമുക്ക് ലോക വിപ്ലവത്തിലേക്ക് പോകാമല്ലോ. ലോകകാര്യങ്ങൾ നോക്കട്ടെ. വിപ്ലവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചൈനീസ് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, അമേരിക്കൻ വിപ്ലവം, പിന്നെ ഈജിപ്ഷ്യൻ വിപ്ലവമൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെക്കുറിച്ചാണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. അപ്പോൾ ഒരാൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെക്കുറിച്ചൊന്ന് പറയുന്നത് നല്ലതായി. ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് UK, യുണൈറ്റഡ് കിങ്ഡം. ഏതാണ് യുണൈറ്റഡ് കിങ്ഡം? ഒരു യൂറോപ്യൻ രാജ്യമാണ്. ആ UK കിടക്കുന്നതിന് 4 ഐലൻഡ് ആയിട്ടാണ്. WAC വൈസ് എന്ന് പറഞ്ഞ കോഡുണ്ടാക്കി പണ്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഇംഗ്ലണ്ട് 4 ഐലൻഡ് ആയിട്ട് കിടക്കുകയാണ്. ഇംഗ്ലണ്ട് കിടക്കുന്നത് ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ചേർന്നാണ് ഏത് കിടക്കുന്നത്? ഇംഗ്ലണ്ട് കിടക്കുന്നത്. ഇംഗ്ലണ്ടും അയർലൻഡും ഒക്കെ അവിടെയാണ് കിടക്കുന്നതെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇംഗ്ലണ്ടിലെ ഇപ്പോഴത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് ഋഷി സുനാക്, കൺസർവേറ്റീവ് പാർട്ടിയാണ് അവിടുത്തെ പ്രധാനമന്ത്രി. അവിടുത്തെ രാജാവ് ആരാണ് ഇപ്പോൾ? ചാൾസ് മൂന്നാമനാണ് അവിടുത്തെ രാജാവ്. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ശരി, അങ്ങനെയാണെങ്കിൽ ഇംഗ്ലണ്ടിലെ വിപ്ലവത്തെക്കുറിച്ച് ഐശ്വര്യ സംസാരിക്കും. അതിനുശേഷം പിന്നെ രണ്ടാമത്തെ വിപ്ലവം ഏതാണ്? പിന്നെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. എന്നാലും നമുക്ക് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കൂടെ നോക്കാം. എല്ലാത്തിനെ കുറിച്ച് നമുക്കൊരു കൊച്ചു നടത്തണമല്ലോ. ശരി, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം, ഗ്ലോറിയസ് റവല്യൂഷൻ പറയൂ. 1688 ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം നടക്കുന്നത്, അല്ലെങ്കിൽ മഹത്തായ വിപ്ലവം നടക്കുന്നത്. ഇനി എന്താണ് ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം എന്ന് പറഞ്ഞാൽ പേര് തന്നെയുണ്ട്, രക്തരഹിത വിപ്ലവം. ഒരു എന്താണ്, അധികാരം പിടിച്ചെടുക്കുന്നു. അപ്പൊ ഇംഗ്ലണ്ടിൽ പ്രധാനമായിട്ട് വന്ന് 2 വിഭാഗക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് കത്തോലിക്ക വിഭാഗവും 2 പ്രൊട്ടസ്റ്റന്റ് വിഭാഗവും. അന്ന് ഇംഗ്ലണ്ടിലെ രാജാവായിരുന്നു ജെയിംസ് 2 അദ്ദേഹം കത്തോലിക്ക വിഭാഗത്തിലെ ആളാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ മകളാണ് മേരി സെക്കൻഡ്. മേരി സെക്കൻഡിന്റെ ഭർത്താവ് വില്യം 3 വില്യം ഓഫ് ഓറഞ്ച്. അവർ രണ്ടുപേരും പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരാണ്. കാരണം നെതർലാൻഡിലെ രാജകുമാരനായിരുന്നു വില്യം 3. അദ്ദേഹത്തെ കല്യാണം കഴിച്ചത് ഈ പറഞ്ഞ ജെയിംസ് 2 മകളായ മേരി സെക്കൻഡ് ആണ്. അപ്പൊ ഈ എന്താണ്, ഇംഗ്ലണ്ടിലെ അധികാരം ജെയിംസ് 2 പുറത്താക്കിക്കൊണ്ട് വില്യം 3 മേരി സെക്കൻഡ് കൂടി നേരെ കൊട്ടാരത്തിൽ വന്ന്, മനസ്സിലായില്ലേ, ഈ രാജാവിനെ പുറത്താക്കി. രാജാവ് ജീവന് കൊണ്ട് ഓടി. അച്ഛൻ രാജാവിനാണ് ജെയിംസ് 2. അപ്പൊ ജെയിംസ്, അപ്പോ ഗ്ലോറിയസ് റവല്യൂഷനിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആരാണ്? ജെയിംസ് 2. പിന്നെ രാജാവ് ആയതാരാണ്? വില്യം ഓഫ് ഓറഞ്ച് ആണ് രാജാവായത്. ശരി, അടുത്തത്. ഈ വിപ്ലവം നടക്കുമ്പോഴത്തേക്ക് അവിടുത്തെ രാജവംശം ഏതായിരുന്നു? സ്റ്റുവർട്ട് രാജവംശം. PSC 1 മാർക്ക്. സ്റ്റുവർട്ട് രാജവംശമായിരുന്നു അവിടെ ഭരണം നടത്തിക്കൊണ്ടത്. ശരി, ഇനി
ഗ്ലോറിയസ് റെവല്യൂഷൻ? അപ്പം ജെയിംസ് രണ്ടാമനെ പുറത്താക്കിക്കൊണ്ട് വില്യം മൂന്നാമനും മേരി സെക്കൻഡും അധികാരത്തിലെത്തുന്നു. ശരി. അപ്പൊ 1688 രക്തരഹിത വിപ്ലവം നടക്കുന്നത്. തൊട്ടടുത്ത വർഷം 1689 ബിൽ ഓഫ് റൈറ്റ്സ് ഒപ്പുവെക്കുന്നു ഇവർ, വില്യം മൂന്നാമൻ. പിന്നെ അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് പിന്നെ ഒളിവർ ക്രോംവെൽ വരുന്നുണ്ട്. ഒളിവർ ക്രോംവെൽ പിന്നെ ഇതിന് ശേഷം വരുന്നുണ്ട്. പാർലമെന്റിനെ ശുദ്ധീകരിച്ചു, പർജ് പാർലമെന്റിനെ ശുദ്ധീകരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇംഗ്ലണ്ട് ഒറ്റപ്പെടുത്താനായിട്ട് പിന്നീട് ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്ന നെപ്പോളിയൻ കോണ്ടിനെന്റൽ പോളിസി നടപ്പിലാക്കിയത് പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലോറിയസ് റെവല്യൂഷൻ അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം ഒരു തുള്ളി രക്തം പോലും ചിന്താതെ ഭരണമാറ്റം ഉണ്ടായി. സാധാരണഗതിയിൽ വിപ്ലവം തോക്കിൻ കുഴിയിലൂടെയാണ്. വിപ്ലവം ഒരു ഡിന്നർ പാർട്ടിയല്ല, ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാവും. ആ സമയത്താണ് ഇവിടെ ഒരു മാറ്റം ഉണ്ടായതെന്നാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ നോക്കിനി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ച് ചില പോയിന്റുകൾ ഒന്ന് പറഞ്ഞു കൊടുക്കണം, നല്ലതായിരിക്കും. ശരി. അതായത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടാണ്. ശരി. ഓക്കെ. ബ്രിട്ടീഷുകാർ കോളനികളായിരുന്നു. 13 കോളനി ഉണ്ട് അമേരിക്ക. എത്ര കോളനിയാണ്? 13 കോളനികൾ ബ്രിട്ടീഷുകാരുടെ കീഴിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്നു. അവിടെ നടന്ന വിപ്ലവമാണ് എന്ന് പറയുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഈ അമേരിക്ക ബ്രിട്ടന്റെ കോളനി ആവാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് അമേരിക്കയിലെ ബ്രിട്ടനിൽ നിന്ന് ഈ എന്താണ് പല കാരണങ്ങളെ കൊണ്ട് അമേരിക്കയിലേക്ക് വന്ന ആൾക്കാരാണ് താമസിക്കുന്നത്. ഓക്കെ. അവരെ വിളിക്കുന്ന പേരാണ് തീർത്ഥാടക പിതാക്കന്മാർ, അല്ലെങ്കിൽ പിൽഗ്രിം ഫാദേഴ്സ് എന്ന് വിളിക്കും. അങ്ങനെ വന്നവരെ ഈ ബ്രിട്ടനിൽ നിന്ന് മതപീഡനത്തിന് വിധേയമായ പുരോഹിതന്മാര് മേഫ്ലവർ എന്നുള്ള കപ്പലില് അമേരിക്കയിലേക്ക് അവർ പറയുന്നതാണ് പിൽഗ്രിം ഫാദേഴ്സ്, തീർത്ഥാടന പിതാക്കന്മാർ. അടുത്തത് പുരോഹിതന്മാർ. അടുത്തത് അപ്പോൾ അവരാണ് എന്ത് ചെയ്യുന്നത്? ഈ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിക്കാൻ കാരണമാകുന്നത്. അതെ. അങ്ങനെ ഈ അമേരിക്കയിൽ എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാരുടെ പീഡനങ്ങൾ തുടരുകയാണ്. അങ്ങനെ അവിടെ എന്ത് ചെയ്യുന്നു? അവർ കുറച്ച് നയങ്ങൾ കൊണ്ടുവരികയാണ്. മെർക്കന്റിലിസം, സ്റ്റാമ്പ് ആക്ട്, അതായത് ഷുഗർ ആക്ട്, അതുപോലുള്ളത്. ഈ സ്റ്റാമ്പ് ആക്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ്, ഒരു ഗവൺമെന്റ് എന്ത് ഡോക്യുമെന്റ് ഉണ്ടെങ്കിലും ഗവൺമെന്റ് മുദ്ര വേണം, ബ്രിട്ടന്റെ സ്റ്റാമ്പ് വേണം. മെർക്കന്റിലിസം പോലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ചരക്ക് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ചരക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റി അയക്കുന്നത് എല്ലാം ബ്രിട്ടനിന്റെ കപ്പലിലായിരിക്കണം എന്നൊക്കെ പറയുന്ന കുറച്ച് നയങ്ങൾ എന്ത് ചെയ്തു? ഈ അമേരിക്കയിൽ കൊണ്ടുവന്നു. അപ്പൊ ഇതിനെതിരെ അവിടെ പ്രക്ഷോഭമാണ് എന്ന് പറയുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പോ ഇതിനെതിരെ അവരെന്ത് ചെയ്തു? ഒത്തുകൂടുകയും ഇതിനെതിരെ അവർ പ്രതികരിക്കുകയും ചെയ്തു. അങ്ങനെ നടന്ന ഒരു സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. അതായത് ഈ ചായപ്പൊടി, അതായത് നമ്മൾ തേയില കൊണ്ടുവരുന്ന കപ്പൽ എന്ത് ചെയ്തു? കപ്പലിൽ കയറി റെഡ് ഇന്ത്യൻസിന്റെ വേഷത്തിൽ എന്ത് ചെയ്തു? ആ കപ്പലിൽ കയറുകയും ഒരു 342 പെട്ടി തേയില അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് എന്ത് ചെയ്തു? വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. നമ്മൾ കേട്ടുള്ളതാണ്, ഒരുപാട് അമേരിക്കയിലാണ്. ഓക്കെ. അങ്ങനെ കുറച്ച് പ്രക്ഷോഭങ്ങളൊക്കെ എന്താ ചെയ്തു? ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ ഭാഗമായിട്ട് ഉണ്ടായി. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഈ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഭവം, അതായത് ഈ എന്ത് ചെയ്യുന്നു? 13 കോളനികളുടെയും പ്രതിനിധികൾ എന്ത് ചെയ്യുന്നു? ഒത്തുകൂടി കുറച്ച് തീരുമാനങ്ങൾ എടുത്തതാണ് ഈ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആദ്യത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നത് 1774 അതിലെന്ത് ചെയ്തു? 13 കോളനിയിൽ 12 കോളനികൾ മാത്രമേ പങ്കെടുത്തിട്ടുള്ളായിരുന്നു. ഓക്കെ. പിന്നെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1775 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നത്. അവസാനം നടക്കുന്നതാണ് 1776 മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിലാണ് നടക്കുന്നത്. അവിടെ വെച്ചാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം അവർ എഴുതി തയ്യാറാക്കുന്നതും ഒപ്പുവെക്കുന്നതും. 1776 ജൂലൈ 4 അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത്. അപ്പൊ അത് തയ്യാറാക്കുന്നത് ഒന്ന് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടെയാണ് എന്ത് ചെയ്യുന്നത്? അത് എഴുതി തയ്യാറാക്കുന്നത്. സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കുന്നത്. അന്ന് അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്, അതായത് ആ സംഭവം നടന്നപ്പോൾ അതിന്റെ ആ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് വാഷിംഗ്ടൺ ആയിരുന്നു. ജോർജ് വാഷിംഗ്ടൺ സർവ്വസൈന്യാധിപനായി ചുമതലയേറ്റു. അതാണ്. ഓക്കെ. അപ്പോ അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവർക്കൊരു ഭരണഘടന വരുന്നത്, അല്ലേ? ഭരണഘടന വരുന്നത് ഈ അതിനുശേഷമാണ്. അത് തയ്യാറാക്കുന്നത് ജെയിംസ് മാഡിസൺ ആണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ പിതാവെന്ന് ജെയിംസ് മാഡിസനെ വിളിക്കുന്നുണ്ട്. അപ്പോ അതിനുശേഷം 1783 ആണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടൻ ആരുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നത്? അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നത് പാരീസ് സമ്മേളനത്തിൽ 1783 അമേരിക്കയുടെ സ്വാതന്ത്ര്യം, ഈ 13 കോളനികളുടെ സ്വാതന്ത്ര്യം ബ്രിട്ടൻ അംഗീകരിക്കുന്നത്. പാരീസ് കോൺഫറൻസ്. ഓക്കെ.
അടുത്തത് അതോടുകൂടി എന്ത് ചെയ്യുന്നു? അമേരിക്ക സ്വാതന്ത്ര്യം നേടുകയാണ് ചെയ്യുന്നത്. ശരി. അമേരിക്കയിൽ ഇപ്പോൾ എത്ര സ്റ്റേറ്റ് ഉണ്ട്? 50 സ്റ്റേറ്റുകളുണ്ട്. 50 സ്റ്റേറ്റ് ഉണ്ട്. അമേരിക്കയുടെ ഫ്ലാഗിലെ 50 നക്ഷത്രങ്ങൾ ഈ 50 സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്താണ് ഉള്ളത്. അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ജോ ബൈഡൻ ആണ്. ജോ ബൈഡൻ എത്രാമത്തെ പ്രസിഡന്റ് ആണ്? 46ാമത്തെ പ്രസിഡന്റ് ആണ്. വൈസ് പ്രസിഡന്റ് ആരാണ്? കമല ഹാരിസ്. എന്ത് പാർട്ടിയാണ് അമേരിക്കയുടെ ഇപ്പോഴത്തത്? ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. കഴുത അടയാളം. ശരിയല്ലേ? ശരി. അപ്പൊ നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ചാണ് ചെറുതായിട്ടൊന്ന് സംസാരിച്ചത്. എല്ലാവരും അത് ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ചുകൂടി ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചാലെന്താ? പറയും. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന വർഷം 1789 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ രാജാക്കന്മാർ ഏത് വംശം എന്ന് ചോദിച്ചാൽ ലൂയി രാജവംശമാണ്. ലൂയി രാജാക്കന്മാർ. ഇനി ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ രാജാവ് ആരായിരുന്നു ചോദിച്ചാൽ ലൂയി 16 ലൂയി 16. അപ്പൊ ഫ്രാൻസിലെ രാജാക്കന്മാരുടെ അധികാര ദുർവിനിയോഗത്തെ തുടർന്നാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത്. എന്നാൽ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഇനി ലൂയി 16 ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ അന്നത്തെ രാജാവ്. ഈ ലൂയി 16 ഭാര്യയായിരുന്നു മേരി അന്റോണിയേറ്റ്. അവര് പറഞ്ഞതാണ് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ, അങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന് നമുക്ക് പ്രധാനമായിട്ടും ഫ്രാൻസിലെ ആൾക്കാരെ 3 ആയിട്ട് തിരിക്കാം. 3 തട്ടുകളായിട്ട് തിരിച്ചിരുന്നു. എസ്റ്റേറ്റുകൾ, 3 എസ്റ്റേറ്റുകൾ. ഫസ്റ്റ് എസ്റ്റേറ്റിൽ വരുന്നത് പുരോഹിതന്മാരാണ്. സെക്കൻഡ് എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ. 3ാമത്തെ എസ്റ്റേറ്റിലാണ് കോമൺസ്, സാധാരണക്കാരായ ബാങ്ക് ഉദ്യോഗസ്ഥര്, അധ്യാപകര്, ഇവരൊക്കെ വരുന്നത് കോമൺസ് എന്നതിലായിരുന്നു. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വോൾട്ടയർ ആണ്. എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയാണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എവിടെയും ചങ്ങലാബന്ധിതനാണെന്ന് പറഞ്ഞത് റൂസോയാണ്. ഡയലോഗ്, എമിലി, സോഷ്യൽ കോൺട്രാക്ട്, കൺഫെഷൻസ്, കൃതികളാണ് റൂസോയുടെ കൃതികളാണ്. ശരി. അങ്ങനെയാണെങ്കിൽ ബാസ്റ്റൈൽ ജയിൽ എവിടെയാണ്? ഫ്രാൻസിലാണ്. ഏകാധിപത്യത്തിന്റെ അടയാളമാണ് ഇത്. ബാസ്റ്റൈൽ ജയിൽ. തകർത്തു ഇല്ലേ? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെയാണെങ്കിൽ ഒളിവ് ബ്രാഞ്ച് പെറ്റീഷൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ രാജാവിന് കൊടുത്ത പെറ്റീഷനാണ്. 13 കോളനികൾ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കണം. അതിനുവേണ്ടി ബ്രിട്ടനിലെ രാജാവിന് കൊടുത്ത പെറ്റീഷനാണ് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ. ഈ ഇടയ്ക്ക് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ്, ഇവിടെ ശ്രദ്ധിച്ചോളൂ. ശരി. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാതന്ത്ര്യ, സമത്വ, സാഹോദര്യം എന്ന മുദ്രാവാക്യം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിലെ ഒരു നാട്ടുരാജാവ് ഒരു സ്വാതന്ത്ര്യത്തിന്റെ വൃക്ഷം നട്ടുവാരാണ് ടിപ്പു സുൽത്താൻ. അതൊക്കെ ലോക ചരിത്രത്തിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ശരിയല്ലേ? പിന്നെ നെപ്പോളിയൻ. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഭീകരവാഴ്ച ഉണ്ടായി. ഭീകരവാഴ്ച ഉണ്ടായ രാജ്യം എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അത് ഫ്രാൻസാണ്. അതിനുശേഷമാണ് നെപ്പോളിയൻ അധികാരം പിടിച്ചെടുക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്ന് പറയുന്ന നെപ്പോളിയന്. ഈ നെപ്പോളിയനാണ് ബ്രിട്ടനെ ഒറ്റപ്പെടുത്താനായിട്ട് കോണ്ടിനെന്റൽ പോളിസി കൊണ്ടുവരുന്നത്. നെപ്പോളിയനാണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ വാട്ടർലൂ യുദ്ധം 1815 വാട്ടർലൂ യുദ്ധം. വാട്ടർലൂ എന്ന് പറയുന്നത് ബെൽജിയത്തിലാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ശരിയല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെറുതായിട്ട് സംസാരിക്കാനുള്ളത്. ശരിയല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാൽ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇങ്ങോട്ട് നോക്കൂ, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഹേഗാണ്. നെതർലൻഡിലാണ് ഹേഗ്. എത്ര ജഡ്ജിമാരാ? 15 ജഡ്ജിമാരാണ്. 9 വർഷം കാലാവധി. ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. തിരിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എന്താ? അന്തർദേശീയ നീതിന്യായ കോടതി ഹേഗ് അല്ലേ? അടുത്തത് UN സർവകലാശാല എവിടെയാണ്? ടോക്കിയോയിലാണ്. ജപ്പാനിലെ ടോക്കിയോയിലാണ്. ജപ്പാൻ പസഫിക് ഓഷനിലാണ്. 1. 2 ജപ്പാനിലാണ്. ജപ്പാന്റെ പഴയ പേരാണ് നിപ്പോൺ. കിമോണ എന്ന വസ്ത്രരീതി. ഹരാഗിരി എന്നുള്ള ആത്മഹത്യാ രൂപം. പിന്നെ ഒറിഗാമി. ഇതൊക്കെ ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. UN സർവകലാശാല. അടുത്ത യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? പാരീസാണ്. 1945 യുനെസ്കോ സ്ഥാപിച്ചത്. ആസ്ഥാനം പാരീസിലാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. സ്വിറ്റ്സർലൻഡിലാണ്. ലോക സാമ്പത്തിക ഉച്ചകോടി നടക്കുന്നത് ദാവോസ്. അത് സ്വിറ്റ്സർലൻഡിലാണ്. WHO യുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണ്.
പിന്നെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണ്. WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 ജനുവരി 1 വന്നത്. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണ്. ഈ WTOയുടെ മുൻഗാമിയാണ് ഗാട്ട്, GATT, ഗാട്ട്സ്. ആ ഗാട്ട് 1948 ജനുവരി 1 ഗാട്ട് വന്നതെന്നും എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇത് മാച്ച് ദ ഫോളോയിങ് ആണ്. നമ്മളത് മാച്ച് ചെയ്ത് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. മാച്ച് ദ ഫോളോ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഇടയ്ക്ക് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചു കുളു മണാലി എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് വരാം, ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇനി ചേർത്ത് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് നമ്മൾ സുഹൃത്തുക്കൾ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ അപ്പോൾ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ യുനെസ്കോ പറഞ്ഞു, അതുപോലെ തന്നെ WHO പറഞ്ഞു, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി കുറച്ച് സംഘടനകൾ, അതുപോലുള്ള സംഘടനകളിലൂടെയാണ്. അപ്പോൾ WWF എന്താണെന്നാണ് പറയുന്നത്. WWF എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, അതായത് പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി എന്തുകൊണ്ട് കൊടുക്കുന്ന ഫണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഓർഗനൈസേഷനാണ് WWF എന്ന് പറയുന്നത്. അത് നിലവിൽ വന്നത് 1961 നിലവിൽ വന്ന ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഗ്ലാൻഡ് ആണ്. ഗ്ലാൻഡ് എന്ന് പറയുന്നത് എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലാണ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ലോഗോ എന്ന് പറയുന്നത് ഒരു ഭീമൻ പാണ്ടയാണ്, ജെയിന്റ് പാണ്ടയാണ് ഇതിന്റെ ലോഗോ എന്ന് പറയുന്നത്. ജെയിന്റ് പാണ്ട പറയുമ്പോഴത്തേക്കും അതിന്റെ പേര് വെളുത്ത നിറമാണ്, വെളുപ്പും കറുപ്പും ചേർന്ന നിറമാണ് ജെയിന്റ് പാണ്ടയുടെ എന്ന് പറയുന്നത്. അതിന്റെ ആഹാരം എന്ന് പറയുന്നത് മുളയാണ്. നമ്മൾ നേരത്തെ പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. സിക്കിമിലെ സംസ്ഥാന മൃഗം റെഡ് പാണ്ടയാണ്. ശരി, പോട്ടെ. അപ്പോ ഈ പാണ്ടയുടെ പേരെന്ന് പറയുന്നത് ചീച്ചി എന്നാണ്. ചീച്ചി, അതായത് WWFലെ പാണ്ടയുടെ പേരെന്ന് പറയുന്നത് എന്താണ്? ചീച്ചി എന്നാണ്. ചീച്ചി CHI ആണ് ചീച്ചി എന്ന് പറയുന്നത്. ഇനി അടുത്ത സംഘടന IMF-ഉം IBRD. IMF എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണയനിധി. അത് നിലവിൽ വന്നത് 1945 ഡിസംബർ 27 അത് പ്രവർത്തനം ആരംഭിക്കുന്നത്. ആസ്ഥാനം വാഷിംഗ്ടൺ ആണ്. IMF-ന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ എന്ന് ചോദിച്ചാൽ ക്രിസ്റ്റലീന ജോർജീവയാണ്. ഇനി മറ്റൊരു സംഘടനയാണ് IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. ഇതിന്റെ മറ്റൊരു പേരാണ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇതും പ്രവർത്തനം ആരംഭിക്കുന്നത് 1945 ഡിസംബർ 27 ഇതിന്റെ ആസ്ഥാനവും വാഷിംഗ്ടൺ DC തന്നെയാണ്. ഈ വേൾഡ് ബാങ്കിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ചോദിച്ചാൽ അജയ് ബംഗയാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ബ്രെട്ടൻ വുഡ്സ് സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത് ഈ IMF-ഉം IBRD-യും ആണ്. ശരിയല്ലേ? ഇനി രണ്ടു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കയുടെ തലസ്ഥാനം ഏതാണ്? ഏത് നദിയുടെ തീരത്താണ്? പോട്ടോമാക് നദിയുടെ തീരത്താണ്. പോട്ടോമാക് നദിയുടെ തീരത്താണ് വാഷിംഗ്ടൺ DC. ശരി, ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് കൂടെ അവസാനിപ്പിച്ചാൽ എന്താ? അല്പം ദീർഘമായി സംസാരിച്ചതാണ്, ഇതൊക്കെയോ ഞങ്ങളോട് സംസാരിച്ചു. ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങൾ അറിയിക്കണം. മറ്റൊന്നും നമുക്ക് തൽക്കാലം സംസാരിക്കാനില്ല. അടുത്ത ക്ലാസ് കാണാം, അല്ലേ? ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.